ഞാനെന്ന് പറയുന്ന ആദത്തിൽ ജനിച്ച ഒരു മനുഷ്യനാണ്. I'm a person who is born of Adam. എന്നാൽ ഞാൻ യേശുക്രിസ്തുവിന്റെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ ഒരു വെള്ള ഷർട്ട് ഇട്ട നീതിയിൽ പൂർണ്ണതയുള്ള ഒരു പുതു മനുഷ്യൻ എൻ്റെ ഉള്ളിൽ വീണ്ടും ജനിച്ചു. So after receiving Jesus, a new man who is wearing the white shirt, that is born of Jesus Christ. And ഇത് പഴയ മനുഷ്യനാണ്, ഇത് പുതിയ മനുഷ്യനാണ്. This is the old man and this is the new man. ഇത് പ്രാകൃത മനുഷ്യനാണ്, ഇത് ആത്മീക മനുഷ്യനാണ്. The first is a flesh man and there is a spiritual man. പക്ഷേ ഈ പുതിയ മനുഷ്യൻ ഇവൻ ദൈവാനുരൂപനാണ്, ക്രിസ്താനുരൂപനാണ്, ഇവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. But the new man is actually, he has the image of God, so hence he cannot commit sin. എപ്പോഴൊക്കെ നമ്മൾ പുതിയ മനുഷ്യനെ ഓപ്പറേറ്റ് ചെയ്യുന്നുവോ ആ മനുഷ്യൻ പാപം ചെയ്യുന്നില്ല. എപ്പോഴൊക്കെ പഴയ മനുഷ്യനെ ആദാനുരൂപനെ ഓപ്പറേറ്റ് ചെയ്യുന്നുവോ ആ വ്യക്തി സെൽഫ് ഡെവലപ്ഡ് ആയതുകൊണ്ട്, സെൽഫ് ഗൈഡ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പാപത്തിലേക്ക് സ്കിപ്പ് ചെയ്ത് വീണുപോകും. So whenever we function the new man, he doesn't sin, whereas when we function the old man, he is likely to commit sin. ഹല്ലേലൂയ. Hallelujah. കാര്യം മനസ്സിലാവുന്നുണ്ടോ? Hallelujah. പക്ഷെ അതിന്റെ ഉള്ളിൽ പുതിയ മനുഷ്യനും ഉണ്ടെന്നും പഴയ മനുഷ്യനും ഉണ്ടെന്നും പഴയവനാണ് പാപം ചെയ്യുന്നതെന്നും പുതിയവന് പാപം ചെയ്യാൻ കഴിയത്തില്ലെന്നുമുള്ള തിരിച്ചറിവ് നമുക്കില്ല. So we should have the realization that it is the old man that commits sin, but new man cannot sin. അങ്ങനെ ഓരോ നിമിഷവും ഈ പഴയ മനുഷ്യനെ യേശുവിനെ അനുഗമിച്ച് ഉപേക്ഷിച്ച് ഈ പഴയ മനുഷ്യനെ കാണാതെയാകുന്നു, പഴയ മനുഷ്യൻ പോകുന്നു, പഴയ മനുഷ്യൻ ഇല്ലാതെയാകുന്നു. ഈ സമയത്ത് ഈ മനുഷ്യൻ പുതിയ മനുഷ്യൻ വെളിപ്പെട്ടു വരുന്നു. ഈ വ്യക്തിയിലൂടെ മറ്റുള്ളവർ ദൈവപുത്രനെ കാണുവാൻ തുടങ്ങുന്നു. The old man, he gradually he denies himself and gradually he disappears, and the new man is visible for people who see. കർത്താവ് യേശുവിൻ്റെയും സ്വർഗസ്ഥ പിതാവിൻ്റെയും നാമത്തിലുള്ള സ്നേഹ വന്ദനം ഈ ശബ്ദ കാഴ്ചപ്രതിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. Grace be unto you and peace from God our Father and the Lord Jesus Christ, all who are attending this ministry, online and offline. ദൈവത്തിൻ്റെ വലിയ ദയയിൽ എല്ലാ മാസവും നടക്കുന്ന റിട്രീറ്റിൻ്റെ അവസാന സാറ്റർഡേ ജനത്തിൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന, അതിന് ക്ലാരിറ്റി കൊടുക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഇന്ന് അതിനു വേണ്ടി തുനിയുകയാണ്. Today, which is the last day of the retreat, the Saturday, this day we usually consider this as a day to answer the doubts that you all have. ഒരല്പം മുമ്പ് മാത്യു ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ ആ പൈതലിന്റെ ഹൃദയത്തിൽ ദൈവികമായി വളരുവാനുള്ള ആഗ്രഹം നിഴലിട്ട് നിൽക്കുന്നത് കാണുവാനിടയായി. I came to know when Brother Matthew came and shared the word that he wants to be used by God was a revelation I got. എന്നാൽ അദ്ദേഹം ഉപയോഗിച്ച ഒരു വേർഡ് അതിൻ്റെ ക്ലാരിറ്റിയിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നും, അതുകൊണ്ട് ആ വാക്കുകൾ കേൾക്കുന്ന ജനത്തിനും ആ ചിന്ത അതേ ക്ലാരിറ്റിയിൽ ലഭിച്ചിട്ടില്ല എന്നും മനസ്സിലായതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. So we are trying to focus on the word or thought that was shared by Brother Matthew. There was no clarity in what he said, so we are trying to make it clearer to you. അതിൽ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് 1 യോഹന്നാൻ 3:9 ഒരു വാക്യമാണ്. ദൈവത്തിന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് വിശുദ്ധ ബൈബിളിൽ കാണുന്നു. പലർക്കും അത് അറ്റൈൻ ചെയ്യാൻ കഴിയാത്ത അലാവുദ്ദീന്റെ ഒരു അത്ഭുത വിളക്ക് പോലെയാണ്. 1 John chapter 3 verse 9, he who is born of God cannot sin, and this is a statement from the word of God which is very difficult to comprehend. ദൈവത്തിന്റെ വചനം ഒരിക്കലും തെറ്റുകയില്ല. ദൈവത്തിന്റെ വചനം എപ്പോഴും സത്യമാണ്. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല എന്ന് വെച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം അസത്യമാവുകയില്ല. ദൈവത്തിന്റെ വചനം എപ്പോഴും സത്യമാണ്. Word of God is always true. We don't practice the word of God doesn't mean that it is lie. It is still true. അപ്പോൾ നമ്മൾ ഇതുമായുള്ള ബന്ധത്തിൽ ഇതിനെ
ഒന്ന് നമ്മളുടെ സാഹചര്യവുമായിട്ട് നമ്മളിതിനെ ലിങ്ക് ചെയ്ത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ തുടർന്ന് പാപം ചെയ്യുന്ന അവസ്ഥയിൽ കുറവ് വന്നുകൊണ്ടേയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കാറുണ്ട്. So we always come to the conclusion that the state from committing sin will get decreased. That's how we often come to conclusion, because we always try to relate things with our circumstance. അവർ എക്സ്പീരിയൻസ്, നമ്മളുടെ എക്സ്പീരിയൻസുമായി ഇതിനെ തുലനം ചെയ്യുമ്പോൾ നമ്മളിതിനെ പറഞ്ഞ് ഒന്ന് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ പാപം ചെയ്യുന്ന അവസ്ഥ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് നാം പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് സത്യവുമാണ്. നമ്മളുടെ നല്ല ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ ജീവിതത്തിൽ അത് സത്യവുമാണ്. It's true in relation with the people who follow God, that when we follow God, the state in which our feeling to commit sin will get decreased gradually. It is true. See, if we follow Christ, this scenario is true in our life. So when we follow Jesus, this scenario is indeed, it's true. Hallelujah. Hallelujah. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ടത്, Father, we thank you, we give you glory. I'll call you, just wait. See, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് സത്യമായിരിക്കുന്നത്. അതായത് നമ്മൾ ഗ്രാജ്വലി പാപം ചെയ്യാത്ത അവസ്ഥയിലേക്ക് കടന്നു വരും എന്നുള്ളത്. പക്ഷേ വിശുദ്ധ ബൈബിളിലെ വചനവുമായിട്ട് അത് അങ്ങനെയല്ല. ദൈവം ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. So based on our circumstance, what we feel is true, but according to the word of God, it is not true. According to the word of God, he who is born of God, he cannot sin. ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഗ്രാജ്വലി ഇത് കുറയുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു വിശ്വാസിയുടെ ഉള്ളിലുള്ള ദൈവിക സെറ്റപ്പ് അറിയാത്തത് കൊണ്ടാണ്. Since we are unaware of the setting that is inside, we often say that it gradually get decreased, that our tendency to commit sin gradually get decreased. See, ഒരു വണ്ടിയുടെ ഉള്ളിലെ സിസ്റ്റം, എസ്പെഷ്യലി മോഡേൺ വണ്ടികൾ പലതും ഹൈബ്രിഡ് സിസ്റ്റമാണ്. അത് സ്റ്റാർട്ടിങ്ങിൽ പെട്രോളിൽ സ്റ്റാർട്ട് ചെയ്യും, ഒരു സ്പീഡ് കഴിഞ്ഞാൽ അത് ബാറ്ററിയിലേക്ക് ഷിഫ്റ്റ് ആയി പോകും. In the modern vehicle system, it starts with the petrol, but afterwards it starts functioning on battery. ഒരു വീണ്ടും ജനിച്ച പൈതൽ ഇതേപോലെ തന്നെയാണ്. This same technology is actually functioned in a child who is born of God. അവനും ഒരു ഹൈബ്രിഡ് മാൻ ആണ്. He is also a hybrid man. അവൻ ആരംഭിക്കുന്നത് പ്രാകൃതമായിട്ടാണ്, പക്ഷെ അവൻ അവസാനിക്കുന്നത് ആത്മീകമായിട്ടാണ്. So he begins carnally, but he ends spiritually. മുമ്പേ വരുന്നത് പ്രാകൃതം, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. What comes first is carnal, but what later comes is spiritual. Hallelujah. Hallelujah. അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് ഇത് ഗ്രാജുവലി, നല്ല ദൈവമക്കളിലാട്ടോ, യേശുവിനെ അനുഗമിക്കുന്നവരല്ല പറയുന്നത്, ഇത് ഗ്രാജുവലി ആണ് പാപം ചെയ്യുന്ന അവസ്ഥ എൻ്റെ ജീവിതത്തിൽ നിന്ന് കുറയുന്നതെന്ന് അവനവന് തോന്നുന്നത്. That's the reason we who are born of God, or we are born again, we feel that the tendency to commit sin gets gradually decreased. കാരണം ആ കാറിന്റെ ഉള്ളിൽ രണ്ട് സിസ്റ്റം ഉണ്ട്. പെട്രോൾ കൊണ്ട് ഓടുന്ന സിസ്റ്റം ഉണ്ട്, ബാറ്ററി കൊണ്ട് ഓടുന്ന സിസ്റ്റം ഉണ്ട്. Because there are two systems in the vehicle, a system that is actually functioned by petrol as well as battery. ഇതേപോലെ വീണ്ടും ജനിച്ച നമ്മളുടെ ഉള്ളിൽ രണ്ട് സിസ്റ്റം ഉണ്ട്. ആദത്തിൽ നിന്ന് ജനിച്ച സിസ്റ്റം ഉണ്ട്, ദൈവത്തിന്റെ വീണ്ടും ജനനം ക്രിസ്തുവിൽ നിന്ന് ജനിച്ച സിസ്റ്റം ഉണ്ട്. So likewise, we also have two systems in our life, a system that is born of the Adam and the system that is born of Christ. ആദ്യം നമ്മുടെ ജീവിതത്തിൽ തുടങ്ങുന്നത് ആദത്തിൽ ജനിച്ചതാണ്. The first function is that which is born of Adam. അതായത് ഒരു പെട്രോൾ കാർ അല്ലെങ്കിൽ ഹൈബ്രിഡ് കാർ പെട്രോളിൽ സ്റ്റാർട്ട് ചെയ്തു, തുടർന്ന് അതൊരു പർട്ടിക്കുലർ സ്പീഡിൽ എത്തുമ്പോൾ അത്
ബാറ്ററിയിലേക്ക് ഷിഫ്റ്റ് ആവുന്നത് പോലെ നമ്മൾ ആരംഭിക്കുന്നത് ആദത്തിലാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ വരുന്ന പ്രാകൃതം, പിന്നത്തേതിൽ ആത്മീയം, നമ്മൾ ആത്മീയത്തിൽ ഷിഫ്റ്റ് ചെയ്യുന്നു. So just as the way the vehicle starts with petrol and later it gets shifted to the level, shifted to battery, we who are born of God, firstly we start as the system that is working in Adam. Later on we start spiritually as we are born of God, or born again. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്, രണ്ട് സിസ്റ്റം നിന്റെ ഉള്ളിലുണ്ട്, ജഡമുണ്ട്, ആത്മാവുണ്ട്. ജഡത്തെ അനുസരിച്ചാൽ നീ മരിക്കും, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തിയെ മരിപ്പിച്ചാൽ നീ നിത്യം ജീവിക്കും. That's why the word of God clearly says there are two systems in you. That is a system that is controlled by flesh and a system that is controlled by spirit. And if you're controlled by the flesh, you will die. Whereas if you're controlled by the spirit, you will live forever. ഹല്ലേലൂയ. Hallelujah. മനസ്സിലാകുക, നമ്മൾ ഇത് രണ്ടും കൂടി മിക്സ് ആയിരിക്കുന്നത് കൊണ്ട് ഇത് തിരിച്ചറിയാത്ത നമ്മളും നമ്മളെ കാണുന്ന ഒരു മനുഷ്യനും അവർ ചിന്തിക്കുന്നു ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരാളാണെന്നാണ്. പക്ഷേ ഒരാളല്ല, പഴയതുകൊണ്ട് പുതിയതും. So we are not actually as others see, and we ourselves see in us that we are the mixture of old man and the new man. ജോൺസൺ മുന്നോട്ടേക്ക് വന്നാട്ടെ. കം ഫോർവേഡ്. ഒരു വെള്ള ഷർട്ട് ഇട്ട ഒരു പുതിയ മനുഷ്യൻ, ഞാൻ വീണ്ടും ജനിക്കാൻ പോവുകയാണ്. Brother Johnson, please come forward. ഞാനെന്ന് പറയുന്ന ആദത്തിൽ ജനിച്ച ഒരു മനുഷ്യനാണ്. I'm a person who is born of Adam. എന്നാൽ ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ ഇതാ ഒരു വെള്ള ഷർട്ട് ഇട്ട, ഇതാ നീതിയിൽ പൂർണ്ണതയുള്ള ഒരു പുതു മനുഷ്യൻ എൻ്റെ ഉള്ളിൽ വീണ്ടും ജനിച്ചു. So after receiving Jesus, a new man who is wearing the white shirt, that is born of Jesus Christ. And ഇത് പഴയ മനുഷ്യനാണ്, ഇത് പുതിയ മനുഷ്യനാണ്. This is the old man and this is the new man. ഇത് പ്രാകൃത മനുഷ്യനാണ്, ഇത് ആത്മീക മനുഷ്യനാണ്. The first is a flesh man and there is a spiritual man. ഈ മനുഷ്യന് നന്നായി പാപം ചെയ്യാൻ കഴിയും, ഈ മനുഷ്യന് ദൈവത്തിൽ ജനിച്ചതുകൊണ്ട് പാപം ചെയ്യാൻ കഴിയുകയില്ല. The carnal man can easily commit sin, whereas the spiritual man cannot sin because he is born of God. ഹല്ലേലൂയ. Hallelujah. ഈ മനുഷ്യനെ കുറിച്ചാണ് 1 യോഹന്നാൻ 3:9 പറയുന്നത്, ദൈവത്തിൽ ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, കാരണം ദൈവത്തിന്റെ വിത്ത് അവനിൽ കിടക്കുന്നു, അതുകൊണ്ട് പാപം ചെയ്യാൻ അവന് കഴിയുകയില്ല. 1 John chapter 3 verse 9 clearly says what he says there is about the man who is born of God, and he that is because he is born of God, there is a seed of God and by which he cannot commit sin. ഹല്ലേലൂയ. പക്ഷെ ഈ മനുഷ്യൻ ഇതാ ആദത്തിന്റെ പാപ സ്വഭാവത്തിൽ പിശാചിന്റെ കളിപ്പീരിനാൽ ഇതാ ജനിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. ഇവന് നന്നായി പാപം ചെയ്യാൻ കഴിയും, ഇവൻ എങ്ങനെ നല്ലത് ചെയ്യാൻ ശ്രമിച്ചാലും അത് പാപത്തിൽ ചെന്ന് അവസാനിക്കും. But the man who is deceived by a devil cannot do good because he is always controlled by flesh and Satan, so he cannot do good. Even though he tries, it ends in sin. ഇതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ആഗ്രഹിക്കുന്ന നന്മയല്ല, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നു. അതാണ് പഴയ മനുഷ്യൻ. This is why Saint Paul said, it is not the good thing that I will to do that I do, but it's often that I don't want to do, I do. ഹല്ലേലൂയ. Hallelujah. പക്ഷേ ഈ പുതിയ മനുഷ്യൻ ഇവൻ ദൈവാനുരൂപനാണ്, ക്രിസ്താനുരൂപനാണ്, ഇവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. But the new man is actually, he has the image of God, so hence he cannot commit sin. ഹല്ലേലൂയ. Hallelujah. എപ്പോഴൊക്കെ നമ്മൾ പുതിയ മനുഷ്യനെ ഓപ്പറേറ്റ് ചെയ്യുന്നുവോ ആ മനുഷ്യൻ പാപം ചെയ്യുന്നില്ല. എപ്പോഴൊക്കെ പഴയ മനുഷ്യനെ ആദാനുരൂപനെ ഓപ്പറേറ്റ് ചെയ്യുന്നുവോ ആ വ്യക്തി സെൽഫ് ഡെവലപ്ഡ് ആയതുകൊണ്ട്, സെൽഫ് ഗൈഡ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പാപത്തിലേക്ക് സ്കിപ്പ് ചെയ്ത് വീണുപോകും. So whenever we function the new man, he doesn't sin, whereas when we function the old man, he is likely to commit sin. ഹല്ലേലൂയ. Hallelujah. കാര്യം മനസ്സിലാവുന്നുണ്ടോ? Do you understand? ഇനി ഈ രണ്ട് വ്യക്തിയും, ഈ വ്യക്തിയും അദൃശ്യനാണ്, ഈ വ്യക്തിയും അദൃശ്യനാണ്. But both these two people are invisible. ഇവർ ഒരു ജഡത്തിന്റെ ഉള്ളിൽ റാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. These two people are wrapped in one body. ഹല്ലേലൂയ. Hallelujah. നമ്മൾ എല്ലാവരെയും ജഡത്തിൽ കാണുന്നത് കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു ഇത് രണ്ടും കൂടി ഒരാളാണെന്ന്. As we see people carnally, we think that these two are one. എന്നിട്ട് നമ്മൾ പറയുന്നു ആ മനുഷ്യൻ ദേ പാപം ചെയ്യുന്നു, വീട്ടിൽ ജനിച്ചവനാണല്ലോ.
And then we say that that man, though he is born again, he commits sin again. ഹല്ലേലൂയ. Hallelujah. നമ്മളെ നോക്കുമ്പോഴും ശരിയാണല്ലോ, ഞാൻ പാപം ചെയ്തല്ലോ, കറുത്ത ടീഷർട്ട് ഇട്ട ഞാൻ പാപം ചെയ്തല്ലോ എന്ന് പറയുന്നു. And we say that I who has worn in black t-shirt commits sin. ഹല്ലേലൂയ. Hallelujah. പക്ഷെ അതിന്റെ ഉള്ളിൽ പുതിയ മനുഷ്യനും ഉണ്ടെന്നും പഴയ മനുഷ്യനും ഉണ്ടെന്നും പഴയവനാണ് പാപം ചെയ്യുന്നതെന്നും പുതിയവന് പാപം ചെയ്യാൻ കഴിയത്തില്ലെന്നുമുള്ള തിരിച്ചറിവ് നമുക്കില്ല. So we should have the realization that it is the old man that commits sin, but new man cannot sin. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. എന്നാൽ നാൾ തോറും ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഈ മനുഷ്യൻ ഇതാ ക്രിസ്തുവിനെ അനുഗമിക്കാൻ തീരുമാനം എടുത്തിട്ട് ഈ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുകയോ പുതിയ മനുഷ്യനെ ദേഹിയിലേക്ക് ധരിക്കുകയും ചെയ്യുമ്പോൾ ഇവൻ പാപം ചെയ്യാത്ത അവസ്ഥയിലേക്ക് ഗ്രാജുവലി മാറിക്കൊണ്ടിരിക്കുന്നു. So day by day, this man gradually increased because he denies the old man and he tries to put on the new man. ഹല്ലേലൂയ. എപ്പോഴാണ്? യേശുവിനെ അനുഗമിക്കുമ്പോഴാണ്. Only when he begins to follow Jesus, he does so. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്തതിന്റെ കാരണം നമ്മളിൽ നല്ലൊരു പങ്കും യേശുവിനെ അനുഗമിക്കുന്നില്ല, സ്തുതിക്കൽ മാത്രമേ ഉള്ളൂ. But why it doesn't happen to the majority of us? Because we praise God, but we do not follow Jesus. ഹല്ലേലൂയ. Hallelujah. കാരണം സ്തുതിക്കുന്നതിന് വലിയ ചെലവൊന്നുമില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചെലവ് വല്ലതും ഉണ്ടോ? ചെലവില്ല. പക്ഷെ യേശുവിനെ അനുഗമിക്കുന്നതിന് വില കൊടുക്കണം, തന്നെത്താൻ ത്യജിക്കണം, ക്രൂശ് എടുക്കണം, പലതും ഉപേക്ഷിക്കണം. അതിലൂടെയാണ് നമ്മൾ ഈ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുന്നത്. Praise doesn't demand any price from us. But when we want to worship God, we have to pay a price. And when we follow God, we have to pay a price. When we follow Jesus Christ, we need to pay the price. We need to deny ourselves and we need to take up the cross. We have to deny ourselves and take up the cross daily when we begin to follow Jesus. Hallelujah. Hallelujah. യേശുവിനെ അനുഗമിക്കുന്നതിലൂടെയാണ് ഈ പഴയ മനുഷ്യനെ നമ്മൾ ഉപേക്ഷിക്കുന്നതും പാപം ചെയ്യുന്നവനെ ഉപേക്ഷിക്കുന്നതും പാപം ചെയ്യാൻ കഴിയാത്തവനെ നമ്മുടെ ദേഹിയിലേക്ക് ധരിക്കുകയും ചെയ്യുന്നത്. അതുവഴി നമ്മൾ പാപം ചെയ്യാൻ കഴിയാത്ത ദൈവപുത്രന്മാരായി ഗ്രാജുവലി വളരുകയും ഈ ലോകത്തിന്റെ മുമ്പാകെ ശരീരം എന്ന മോണിറ്ററിലൂടെ വെളിപ്പെടുകയും ചെയ്യും. It is through following Jesus that we deny the old man and we begin to put on the new man. And doing so, we display the will of God through us. Hallelujah. Hallelujah. യാഥാർത്ഥ്യം മനസ്സിലാക്കട്ടെ. നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതൊരു തമാശയായി തോന്നും. ഇതാണ് ഇത് പുതിയ മനുഷ്യൻ, ഇത് പഴയ മനുഷ്യൻ, രണ്ടുപേരും കൂടെ ഒരു ബോഡിയുടെ ഉള്ളിലാണ്. സഭയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഇത് രണ്ടും കൂടെ ഒരു ബോഡിയിലാണ്. പഴയ മനുഷ്യനും പാപം ചെയ്യുന്ന പഴയ മനുഷ്യനും പാപം ചെയ്യാൻ കഴിയാത്ത പുതിയ സൃഷ്ടിയായ ദൈവപുത്രനും രണ്ടും കൂടെ ഒരു ബോഡിക്കുള്ളിലാണ് ജീവിക്കുന്നത്. The man who cannot sin and the man who can sin are living in one body. ഹല്ലേലൂയ. Hallelujah. എപ്പോൾ ഈ പഴയ മനുഷ്യൻ ഓപ്പറേറ്റ് ചെയ്യുന്നുവോ ആ വ്യക്തി പാപം ചെയ്യും. എപ്പോൾ പുതിയ മനുഷ്യനെ ഓപ്പറേറ്റ് ചെയ്യുന്നു ആ വ്യക്തിക്ക് പാപം ചെയ്യാൻ കഴിയത്തില്ല. So when you operate the old man, you commit sin, and when you operate the new man, you cannot sin. പഴയ മനുഷ്യൻ ആദത്തിൽ നിന്ന് ജനിച്ചതാണ്, പുതിയ മനുഷ്യൻ ക്രിസ്തുവിൽ നിന്ന് ജനിച്ചതാണ്. Old man is born of Adam, whereas the new man is born of Jesus. ആ പഴയ മനുഷ്യൻ മനുഷ്യവംശമാണ്, പുതിയ മനുഷ്യൻ ദൈവവംശമാണ്. The old man is human, whereas the new man is God kind. പഴയ മനുഷ്യൻ ഹ്യൂമൻ കൈൻഡ് ആണ്, പുതിയ മനുഷ്യൻ ഗോഡ്സ് കൈൻഡ് ആണ്, ഗോഡ് കാറ്റഗറി ആണ്. കാൺമിനി എത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ. ഇത് മനുഷ്യമകനാണ്. The old man is mankind, whereas the new man is God kind, and he belongs to God category. Hallelujah. How much love God has given us, that we have to be called the sons of God. അപ്പൊ നമ്മളെ തന്നെ കാരണം ഞാൻ പഴയ മനുഷ്യന്റെയും പുതിയ മനുഷ്യന്റെയും കോമ്പിനേഷൻ ആണ്. ഇപ്പോൾ ഈ പഴയ മനുഷ്യനെ ഞാൻ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. പുതിയ മനുഷ്യനെ നാൾതോറും ധരിക്കണം. എങ്ങനെ? യേശുവിനെ അനുഗമിച്ച്. So realizing that I'm a combination of both the old man and the new man, I must deny the old man and daily I should put on the new man. അങ്ങനെ ഓരോ നിമിഷവും ഇതാ ഈ പഴയ മനുഷ്യനെ യേശുവിനെ അനുഗമിച്ച് ഉപേക്ഷിച്ച് ഇതാ ഈ പഴയ മനുഷ്യനെ കാണാതെയാകുന്നു, പഴയ മനുഷ്യൻ പോകുന്നു, പഴയ മനുഷ്യൻ ഇല്ലാതെയാകുന്നു. ഇതാ ഈ സമയത്ത് ഈ മനുഷ്യൻ പുതിയ മനുഷ്യൻ വെളിപ്പെട്ടു വരുന്നു. ഈ വ്യക്തിയിലൂടെ മറ്റുള്ളവർ ദൈവപുത്രനെ കാണുവാൻ തുടങ്ങുന്നു. The old man, he gradually he denies himself and
gradually he disappears, and the new man is visible for people who see. ഈ പഴയ മനുഷ്യൻ സെൽഫ് ലെസ് അല്ല, ഹൈലി സെൽഫുൾ ആണ്. ഈ വ്യക്തി സെൽഫ് ലെസ് ആണ്. എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, എൻ്റെ പിതാവാണ് എൻ്റെ തല, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. പക്ഷെ ഈ മനുഷ്യന്, പഴയ മനുഷ്യന് പിതാവും വേണ്ട, ഒന്നും വേണ്ട, എനിക്കെല്ലാം പറ്റും, ഞാൻ. The old man is full of self, and he doesn't have God, and he says I. Whereas the new man, he is selfless, and he always displays God. Hallelujah. Amen. He cannot do sin. He cannot do sin. From birth till the end, he cannot do sin. From birth till the end, he cannot sin at all. Hallelujah. Hallelujah. മാത്യുവിന് മനസ്സിലായോ? ഗ്ലോറി ടു ഗോഡ്. മാത്യുവിന് മാത്രമല്ല, ഞാൻ സ്നേഹിക്കുന്ന എല്ലാ സഭയിലെ ജനത്തിനും ഇത് മനസ്സിലായി ചിന്തിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞ ഒരു ഡെമോൺസ്ട്രേഷനാണ്. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരുവാനായിട്ട് ഇടയാകട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്. This is a demonstration for all whom God loves, and let it be a demonstration. Let it exist forever in your mind, that you may follow Jesus Christ. മറ്റൊരു ചോദ്യത്തിന്റെ ഉത്തരവുമായി ദൈവം അനുവദിക്കുന്നു, അതിവേഗം നമുക്ക് കാണാം. If God allows, we will answer to other questions. We will come next time. Praise God.